മുഖ്യമന്ത്രി പിണറായി വിജയനും ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഉൾപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്നുള്ള ചിത്രം സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യനെതിരായ കേസിൽ നിയമോപദേശം തേടി പോലീസ്. കേസെടുത്തതിന് പിന്നാലെ സമൂഹ മാധ്യമത്തിൽ നിന്ന് നീക്കം ചെയ്ത ചിത്രങ്ങൾ വീണ്ടെടുക്കാൻ പോലീസ് ഇതിനിടെ നീക്കം തുടങ്ങി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പങ്കുവച്ച ചിത്രങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് സ്വദേശി സുബ്രഹ്മണ്യവും വിവരാവകാശ അപേക്ഷ നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയനും ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഉൾപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്നുള്ള ചിത്രം സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യനെ നിലവിൽ തൽക്കാലം ആശ്വസിക്കാം. എന്നാൽ ചിത്രങ്ങളുടെ ആധികാരികതയുടെ പിന്നാലെയാണ് പോലീസ്. നോട്ടീസ് നൽകി ആദ്യ ദിവസം തന്നെ വിട്ടയച്ചപ്പോൾ സുബ്രഹ്മണ്യന്റെ മൊബൈൽ ഫോൺ പോലീസ് വാങ്ങിവെച്ചിരുന്നു. ഫോൺ പരിശോധനകൾക്ക് വിധേയമാക്കാനായി ഉടൻ സൈബർ ഫോറൻസിക് സംഘത്തിന്റെ സഹായം തേടും. ഇതിനായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ചേവായൂർ പോലീസ് സംഘം ആശയവിനിമയം നടത്തി. സുബ്രഹ്മണ്യൻ കഴിഞ്ഞ ദിവസം നൽകിയ മൊഴികളിൽ കൂടുതൽ വിലയിരുത്തലുകൾ നടത്തി മുന്നോട്ട് നീങ്ങാനാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. കേസിൽ തിരിച്ചടി നേരിടാതിരിക്കാൻ നിയമോപദേശം കൂടി തേടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇപ്പോഴത്തെ നീക്കം. ഇതിനിടെ സുബ്രഹ്മണ്യനും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പങ്കുവച്ച ചിത്രങ്ങൾ ആവശ്യപ്പെട്ട് പബ്ലിക് റിലേഷൻസ് വകുപ്പിന് വിവരാവകാശ അപേക്ഷ കൈമാറിക്കഴിഞ്ഞു. ചിത്രങ്ങൾ പുറത്തുവിടില്ലെന്നാണ് വാദമെങ്കിൽ ഈ വിഷയത്തിൽ പിടിച്ച് പ്രതിരോധം തീർക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കം. നിലവിൽ കലാപാഹ്വാന കുറ്റം ചുമത്തിയുള്ള വകുപ്പുകളാണ് കോൺഗ്രസ് നേതാവിനെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ളത്. KB ശ്യാമപ്രസാദ്, ജനം, കോഴിക്കോട്.